ഞാനും ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കുന്നത് ഞാനൊരു പ്രോഗ്രാമിലൂടെയാണ്. ഇപ്പോൾ പ്രോഗ്രാമിന് പോയപ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് സെല്ലിംഗ് മീറ്റിങ്ങുകൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു എനർജി കിട്ടാറുണ്ട് അല്ലേ? കാരണം ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. മറ്റെല്ലാ മേഖലയിലും നമ്മൾ ജീവിച്ചു പോകുന്ന ഒരു അവസ്ഥയുള്ളൂ എങ്കിൽ ഈ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനും പ്രോഗ്രാം കേട്ടപ്പോൾ ഇൻട്രസ്റ്റഡ് ആയി. എന്നാലും ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഒരു സപ്പോർട്ടിന് എൻ്റെ അച്ഛൻ്റെ അനിയനോട്, കൊച്ചച്ഛൻ എന്ന് പറയും, ആളോട് പോയി ചോദിച്ചു. ഞാൻ ആളോട് ചോദിക്കാൻ ഒരു റീസൺ ഉണ്ട്. കാരണം കൊച്ചച്ഛൻ എന്ന് പറയുമ്പോൾ കേരളത്തിൽ അന്ന് 14 പേരിൽ ഒരാളാണ്. ആൾ RTO ആയിരുന്നു. അതായത് MBA ഒക്കെ ആയി കഴിഞ്ഞിട്ട് ജോയിന്റ് RTO കഴിഞ്ഞ ശേഷം RTO ആയിട്ടാണ് കൊച്ചച്ഛൻ റിട്ടയർ ആവുന്നത്. അപ്പൊ ഫാമിലി ഭയങ്കര വാല്യൂഡ് ആയ ഒരു വ്യക്തിയാണ്. സോഷ്യൽ സ്റ്റാറ്റസിൽ ഹൈ ആയിട്ടുള്ള ഒരാളാണ്. നമ്മുടെ നാട്ടിലെ ഉദ്ഘാടനത്തിനൊക്കെ കൊച്ചച്ഛനാണ് നാട്ടുകാർ വിളിക്കുക. അപ്പൊ അങ്ങനെ ഞാൻ കൊച്ചച്ഛനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, സൂപ്പർ പരിപാടിയാണ്. അപ്പോൾ കൊച്ചച്ഛൻ ആദ്യം ഒരു മറുപടി ഉണ്ട്. അതായത് നീ വെറുതെ വീട്ടിൽ പോലീസിനെ കയറ്റണ്ടെന്ന് എന്നോട് ആദ്യം പറഞ്ഞ മറുപടി. ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കൊച്ചച്ഛൻ്റെ അഭിപ്രായം പറഞ്ഞതിനോട് ഇങ്ങനെയാ. സത്യം പറഞ്ഞാൽ ഇത് കേട്ടിട്ട് ഒരു 6 മാസത്തോളം ഞാൻ പിന്നീട് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച ലീഡർ വിളിച്ച ഫോൺ എടുക്കാത്ത അവസ്ഥയായി. കാരണം കൊച്ചച്ഛൻ വെറുതെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ആളുടെ അറിവില്ലായ്മയാണെന്നൊന്നും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. കാരണം കൊച്ചച്ഛൻ അത്രയും വാല്യൂഡ് ആയ പേഴ്സൺ, ഫാമിലി സ്റ്റാറ്റസിൽ ഒരു വ്യക്തി പറഞ്ഞ ഒരു നിർദ്ദേശമായി അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഈ മേഖലയെ പറ്റി ഒരു അറിവായിട്ടാണ് ഞാനത് വിലയിരുത്തി. പക്ഷെ അത് കാരണം 6 മാസത്തോളം എൻ്റെ ജീവിതത്തിൽ നഷ്ടം വന്നിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ 6 മാസം പിന്നെ എൻ്റെ ലീഡർ വിളിച്ചാൽ ഫോൺ എടുക്കൂല ഡയറക്റ്റ് സെല്ലിംഗിൽ. കാരണം ഞാൻ ഫോൺ എടുക്കുന്നത് വീട്ടിൽ പോലീസിനെ കയറ്റാനാണല്ലോ. അങ്ങനെ നഷ്ടം സംഭവിച്ചു. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ മേഖലയെ പറ്റിയുള്ള യഥാർത്ഥ അറിവ് നമ്മൾ കളക്ട് ചെയ്താലേ ഈ മേഖലയുടെ യഥാർത്ഥ ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ. ഈ മേഖലയെ പറ്റിയുള്ള യഥാർത്ഥ അറിവുകൾ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കറിയാം, പ്രധാനമായിട്ടും ഒന്ന് നമ്മുടെ പ്രോഗ്രാമുകളിലൂടെയാണ് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുക ഈ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ പ്രോഗ്രാമുകൾക്ക് ഏറ്റവും അധികം പ്രാധാന്യമുണ്ട്. നമ്മൾ എപ്പോഴും പറയും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത ഓർമ്മപ്പെടുത്തലുകൾക്കും ആവർത്തനങ്ങൾക്കും വലിയ പ്രാധാന്യമുള്ള ഇൻഡസ്ട്രിയാണ് മൈലേജ് ടു മാർക്കറ്റിംഗ്. ഇതിലെ പ്രോഗ്രാമുകളിലൂടെയാണ് ഈ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ പറയാ മീറ്റിംഗ്സ് മേക്സ് മണി എന്ന് പറയും. മീറ്റിംഗ്സ് മേക്സ് മണി. ഇത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പൊ ഒരു പുതിയ തുടക്കക്കാരനായ വ്യക്തിക്ക് സ്ഥിരമായിട്ട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക എന്നതിലൂടെ അയാളുടെ വരുമാനം ഉയർത്താൻ പറ്റും. അത് നമ്മുടെ ടീമിൽ നടത്തുന്ന ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഒരു FSS ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹോം മീറ്റിംഗ് ആയിക്കോട്ടെ, എന്താണോ പ്രോഗ്രാം, ഈ മീറ്റിംഗ്സ് പങ്കെടുക്കുന്നതിലൂടെ നമ്മുടെ വരുമാനം ഉയർത്താൻ പറ്റും. 2, മീറ്റിംഗ്സുകൾ നടത്തുന്നതിലൂടെയും വരുമാനം ഉയർത്താൻ പറ്റും. നമുക്ക് ശരിക്കും വരുമാനം കുറവാണ് ഒരു വ്യക്തി എങ്കിൽ ഈ ഒരു കാര്യം ചെക്ക് ചെയ്താൽ മതി. എന്താണ് മീറ്റിങ്ങുകളുടെ സ്ഥിതി എന്ന്. അത് ഒന്നുകിൽ നമ്മൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ എണ്ണം കുറവാണെങ്കിൽ വരുമാനം കുറയും. അല്ലെങ്കിൽ ചിലപ്പോൾ ഉയർന്ന റാങ്കുകളിലേക്ക് എത്തുമ്പോൾ മീറ്റിംഗുകൾ നടക്കുന്നതിലൂടെയാണ് നമ്മുടെ വരുമാനം ഉയരാൻ പോണത്. സോ ഒന്നുകിൽ മീറ്റിംഗ് പങ്കെടുക്കുക അല്ലെങ്കിൽ മീറ്റിംഗ് നടത്തുക എന്നുള്ളതാണ് വരുമാനം ഉയർത്താൻ ചെയ്യാനുള്ള മാർഗം. അതില് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുപാട് പേരോട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞ എല്ലാവരും നമ്മുടെ കൂടെ കടന്നു വന്നിട്ടില്ല. ഒരുപാട് പേര് മാറി നിൽക്കുകയാണ് അല്ലെ? ഇവര് മാറി നിൽക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. അതായത് ഇവര് മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഇവര് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. അവര് നമ്മളെ സസൂക്ഷ്മം അതായത് സശ്രദ്ധം നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന മാറ്റങ്ങള് നമ്മുടെ ബിസിനസിന് സ്പീഡ് കൂടും. മാറ്റങ്ങൾ വേണം അല്ലെ? നമ്മള് 5 വർഷം മുൻപും സൈക്കിളിലാണ് അല്ല ബൈക്കിലാണ്, ഇപ്പോഴും ബൈക്കിലാണ്. അതൊരു മാറ്റമില്ലായ്മയാണ് അല്ലെ? അല്ലെങ്കിൽ പണ്ടും വാടക വീട്ടിലാണ്, ബിസിനസ് തുടങ്ങിയിട്ട് ഇത്ര നാളായിട്ടും വാടക വീട്ടിലാണ്. ഇത് ഒരു മാറ്റമില്ലായ്മയാണ്. അത് അവര് വിലയിരുത്തും അല്ലെ? നമ്മളാണെങ്കിലും നമ്മളെ വിളിച്ച വ്യക്തിയുടെ മാറ്റങ്ങൾ നമ്മളും സൈലന്റ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു എന്താ പറയാ പ്രകൃതി നിയമം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഇനി തുടക്കത്തിൽ തന്നെ പോയിട്ട് നമുക്ക്
ഒരു വലിയ മാറ്റം കാണിക്കാൻ പറ്റുമോ? അതായത് ഉദാഹരണം പറയാം, ബെല്ലി സാറ് 10,000 സ്ക്വയർ ഫീറ്റ് ഒക്കെ കഴിഞ്ഞു വീട്, അല്ലെങ്കിൽ ഇപ്പൊ ഉപയോഗിക്കുന്ന വണ്ടി 1 കോടിക്ക് അടുത്ത് വിലയുള്ളത്. അങ്ങനത്തെ ഒരു മാറ്റം തുടക്കത്തിലേ പോയിട്ട് ഒരാൾക്ക് കാണിക്കുക എന്നുള്ളത് അസാധ്യവുമാണ്, അല്ലെ? തുടക്കത്തിലേ പറ്റില്ല. ഒരു വലിയ ടീം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സാധ്യമാണ് താനും. കാരണം നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ അറിയാം, മൈൽസ്റ്റോൺ മാർക്കറ്റിംഗ് ടീം ബിസിനസ്സിൽ വലിയ ടീം ഉണ്ടാക്കാൻ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അസാധ്യമായതൊന്നുമില്ല. സോ ആ ടീം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ തുടക്കത്തിൽ വലിയ ടീമുള്ളവരുടെ മാറ്റം നമുക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് കാണിക്കാൻ പറ്റും? ഉദാഹരണം, ഇപ്പൊ നമ്മുടെ ടീമിലൊരു പ്രധാനപ്പെട്ട കുറച്ച് പ്രോഗ്രാമുകൾ വരുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? കാരണം നമ്മുടെ കമ്പനി ഡയറക്റ്റ് ആയിട്ട്, മൈൽസ്റ്റോൺ മാർക്കറ്റിംഗ് കമ്പനി ഡയറക്റ്റ് ആയിട്ട് കേരളത്തിൽ ഒരു മെഗാ ഈവന്റ് നടത്താൻ പോകുന്നുണ്ട്. നമ്മൾ ഇന്നലെ എല്ലാവരും അതിന്റെ മോർണിംഗ് മീറ്റിംഗിൽ പങ്കെടുത്ത ആൾക്കാരാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അൻസാറെ, എനിക്ക് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ കോസ്റ്റ് ആണല്ലോ. കോസ്റ്റ് ആണ്. ഓക്കെ, എന്നാ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ അക്ഷരങ്ങളായിക്കോട്ടെ, നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ വന്നേക്കുന്ന വാക്കുകൾ വായിക്കാനായിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ അക്ഷരങ്ങളായിക്കോട്ടെ, നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ വന്നേക്കുന്ന വാക്ക് സൗണ്ട് ഉണ്ടോ? मारो धंधो my lifestyle, गाड़ी बंगला my lifestyle, उम्मीदें my lifestyle, my lifestyle, मिल गया तो जिंदगी जीएगा, आने दो तूफान को अब यारों कैसा डर, आने दो तूफान को अब यारों कैसा डर, खुश गाड़ी बंगला my lifestyle, 4 से 5 साल आपको ഇത് കഴിഞ്ഞ ജനുവരിയിൽ, ഈ മാസമല്ല, ഈ വർഷമല്ല, 24 ജനുവരിയിൽ നമ്മുടെ മുംബൈയിൽ വെച്ച് നടന്ന ഒരു മെഗാ ഇവന്റ് ആണ്. നിങ്ങൾ കുറെ പേര് എന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, സ്ക്രീനിൽ എഴുതി കാണിച്ചത് 160-ലധികം CTC ലീഡേഴ്സ് 160-ലധികം CTC ലീഡേഴ്സിന്റെ സ്റ്റേജ് റെക്കഗ്നിഷൻ ആയിരുന്നു. അവരുടെ സൂപ്പർ പ്രീമിയം സെഗ്മെന്റ് വാഹനങ്ങൾ നിങ്ങൾ കണ്ടു, സ്റ്റേജിൽ കൂടെ കയറി ഇറക്കിയതൊക്കെ. ആലോചിച്ച് നോക്കൂ, ഒരു സൂപ്പർ പ്രീമിയം സെഗ്മെന്റ് കാർ സ്റ്റേജിൽ കയറി ഇറക്കണമെങ്കിൽ 1 മിനിറ്റ് ആണെന്ന് വിചാരിച്ചാൽ തന്നെ 160 മിനിറ്റ് പ്രോഗ്രാമിന് അതിന് തന്നെ മാറ്റങ്ങൾ മാറിയിട്ടുണ്ട്, അല്ലെ? എത്ര മണിക്കൂറായി ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇൻഡസ്ട്രി കേരളത്തിന് പുറത്ത് വ്യാപിപ്പിക്കുന്ന സ്പീഡ് പക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണ്. ആൾക്കാര് 18 വയസ്സ് തികയാൻ കാത്തു നിൽക്കുകയാണ്. നിങ്ങൾ കണ്ടോ, ഇത്രയധികം. കാരണം മറ്റൊരു മേഖലയ്ക്കും ഇത്രയധികം ആക്സെപ്റ്റൻസി ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് കേരളത്തിന് പുറത്തുള്ള കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ മാനേജ്മെന്റ് ഈ ഒരു മാറ്റം കേരളത്തിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്
ഡയറക്റ്റ് ആയിട്ട് കമ്പനി തുടങ്ങിയിട്ട് നമുക്കറിയാം 2013 തുടങ്ങി, ഇപ്പോ 12ാമത്തെ വർഷം അല്ലെ, ഇത്രയും സമയമായിട്ട് ആദ്യമായിട്ടാണ് കേരളത്തിൽ കമ്പനി ഡയറക്റ്റ് ആയിട്ട് ഒരു മെഗാ ഈവന്റ് നടത്തുന്നത്. കാരണം ഈ അച്ചീവ്മെന്റ് ഷോക്കേസിംഗ് എന്ന് പറയും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ, മൈലേഷ് മാർക്കറ്റിംഗിൽ നമ്മുടെ നേട്ടങ്ങളും മാറ്റങ്ങളും അറിയുമ്പോഴാണ് ഒരുപാട് പേര് ഇവിടേക്ക് എളുപ്പത്തിൽ കടന്നു വരിക. ഇപ്പൊ ഈ മീറ്റിംഗിൽ ഏകദേശം 100-നടുത്ത് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഒരു പാരന്റിനോട് നമ്മൾ ചോദിക്കുക, മാതാപിതാക്കളോട് ചോദിക്കുകയാണ്, മക്കളെ എന്താക്കണം, പഠിപ്പിച്ചിട്ട് ഏത് ജോലിയിൽ ആക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ചില പ്രൊഫഷൻസ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലയിൽ ഫീഡ് ആയിട്ടുണ്ട് അല്ലെ, കുറച്ച് പ്രൊഫഷൻസ് നമ്മൾ ഓട്ടോമാറ്റിക്കലി പറയും. എന്തുകൊണ്ടാണ് ആ പ്രൊഫഷൻസ് ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേഖലയിൽ കൂടെ നല്ല രീതിയിൽ ജീവിക്കുന്ന, നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് പേരെ സമൂഹത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയുടെ അക്സെപ്റ്റൻസി വരുന്ന അങ്ങനെ, അതായത് ഒരു മേഖലയുടെ ഒരുപാട് പേര് രക്ഷപ്പെടുമ്പോഴാണ് ആ മേഖലയുടെ അക്സെപ്റ്റൻസി കൂടുതൽ കൂടുക, സ്വീകാര്യത കൂടുതൽ കൂടുക. അതേപോലെ നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ ഇപ്പോ നിങ്ങൾ കാണാൻ പോകുന്ന നെക്സസ് 2025, അതായത് 2025 നടക്കാൻ പോകുന്ന ആ മെഗാ പ്രോഗ്രാമിന് ഇന്നലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ മാസം വരുമാനമുള്ള ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. അതായത് 1 കോടിയൊക്കെ ആനുവൽ പാക്കേജ് കിട്ടുന്ന ഒരുപാട് പേര് ആ പ്രോഗ്രാമിൽ നേരിട്ട് വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പറയാ, നമ്മുടെ കൂടെ വന്ന ആൾക്കാർ കാണുകയും നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇതിന്റെയൊക്കെ അലയൊലികൾ എല്ലായിടത്തും എത്തും. അപ്പൊ ഒരുപാട് പേര് ഈ മേഖലയെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങോട്ട് കടന്നു വരും. അപ്പൊ അവിടെ നമ്മുടെ എന്താ പറയാ സ്ട്രെങ്ത്, അല്ലെങ്കിൽ നമ്മുടെ ടീമിലേക്ക് വ്യക്തികൾ കടന്നു വരണമെങ്കിൽ നമ്മളൊരു സ്ട്രോങ് അച്ചീവേഴ്സ് ആണെന്നുള്ള കാര്യം നമുക്ക് കാണിക്കാൻ പറ്റണം. അതിന്റെ ഭാഗമായിട്ടാണ് എന്താ പറയാ, സത്യം പറഞ്ഞാൽ നമ്മൾ അനുഗ്രഹം തന്നെ പറയാം, നമുക്കൊരു മെഗാ ഈവന്റ് ഈ വരുന്ന മെയ് 10-ാം തീയതി നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അതായത് നമ്മളെ ഇൻസ്പയർ ടു ഡൊമിനേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അല്ലെ, കീഴടക്കുക, നമുക്ക് എല്ലാ കാര്യങ്ങളും ആ ഡൊമിനേഷൻ, അധികാരം നമുക്ക് കീഴടക്കാനും എല്ലാം കിട്ടുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ഓരോരുത്തരും വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് സമൂഹത്തില് അല്ലെ ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള മാറ്റങ്ങൾ കംപ്ലീറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇപ്പൊ ഞാൻ എന്താ പറയാ, ഇപ്പൊ കഴിഞ്ഞ ഫെബ്രുവരി 19 കേരളത്തിൽ, നിങ്ങൾ ഈ പത്രവാർത്ത കാണുന്നുണ്ട് അല്ലെ, കഴിഞ്ഞ ഫെബ്രുവരി 19 കേരളത്തിൽ ഏതൊക്കെ പത്രം ഇറങ്ങിയോ ഏകദേശം 20-ലധികം പത്രങ്ങൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. 20-ലധികം പത്രങ്ങളിൽ ഗവൺമെന്റ് ഇങ്ങനത്തെ ഒരു ക്വാർട്ടർ പേജ് ഈ ഒരു വിജ്ഞാപനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം ലക്ഷക്കണക്കിന് രൂപയാണ് ഗവൺമെന്റ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഗവൺമെന്റ് മാറ്റി വെക്കുന്നത്. നമുക്കറിയാം ഇപ്പൊ ഈ സമയത്ത് ടൈറ്റ് ആണ്, അതിന് പൈസ ഇല്ല, ഇതിന് പൈസ ഇല്ല എന്നാണ് നമ്മൾ പത്രത്തിലൂടെ വായിക്കുന്നത് അല്ലെ. ആ സമയത്ത് എന്തുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഇത്രയും രൂപ മുടക്കിയിട്ട് ഇങ്ങനൊരു വിജ്ഞാപനം എല്ലാ പത്രങ്ങളും കൊടുത്തത് എന്തുകൊണ്ടാണ് നിങ്ങളും ചിന്തിച്ചു നോക്കുക അല്ലെ. ഈ പത്രം എത്ര പേര് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എത്ര പേരുടെ കയ്യിൽ ഈ പത്രം ഉണ്ട്? മോർണിംഗ് മീറ്റിംഗ് ആണ്, എല്ലാവരും റെസ്പോൺസ് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, ഏകദേശം നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കുക, ഇത്രയും പൈസ ഗവൺമെന്റ് മുടക്കിയതാ ഏത് മേഖലയ്ക്ക് വേണ്ടിയാ? ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾക്ക് വേണ്ടിയാണോ, അല്ലെങ്കിൽ നിർമ്മാണ തൊഴിലാളികൾക്ക് വേണ്ടിയാണോ? അല്ല, ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് ഇത്രയും മുടക്കിയത്. സോ ആ പത്രം കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്ത. ഇപ്പൊ തന്നെ ഏകദേശം 2 മാസം കഴിഞ്ഞു അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഗവൺമെന്റ് സൈഡിൽ നിന്ന് കാര്യങ്ങൾ മാറി. ഇതേ ഗവൺമെന്റ് ആണ് 2011 ഡയറക്ട് സെല്ലിംഗ് ഇല്ലീഗലാന്ന് പറഞ്ഞത്. അന്ന് 2011 ഏപ്രിൽ മാസം മുതൽ 7 മാസത്തോളം തുടർച്ചയായിട്ട് കോഴിക്കോട് ക്രൈംബ്രാഞ്ചിൽ പോയി ഒപ്പിടേണ്ട സാഹചര്യം എനിക്കുണ്ടായിരുന്നു. ചെയ്തത് എന്താ പറയുക, പിടിച്ചുപറി കത്തിക്കുത്തം ചെയ്തതിന്റെ പേരിലല്ല, ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ വർക്ക് ചെയ്തു എന്നുള്ള കാരണം കൊണ്ടാണ്. സോ അന്ന് ഞാൻ ഈ മേഖലയ്ക്ക് ഇനി ഇല്ലാന്ന് തീരുമാനം എടുത്ത ആളായിരുന്നു. കോലൊടിച്ചിടുക എന്ന് പറയും അല്ലെ, അങ്ങനെ കോലൊടിച്ചിട്ടതാ. പക്ഷെ ഈ ഇൻഡസ്ട്രി തിരിച്ചു വന്നു, 2015 വന്നു, നമ്മുടെ ലീഡേഴ്സ് സമീപിച്ചപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോ 2025 ഫെബ്രുവരിയിലാണ് ഈ ഒരു ലീഗലൈസേഷൻ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗിന്റെ കാര്യങ്ങളൊക്കെ മോണിറ്ററിങ് DSMA എന്ന് പറയും അല്ലെ വന്നത്. അത് ഈ മേഖലയുടെ യഥാർത്ഥ എന്താ പറയാ ഉന്നതികളിലേക്ക് നമ്മൾ എത്താൻ പോകണുള്ളൂ. ഇതിന്റെ ലീഗലൈസേഷൻ പോലും
കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? സോ ഇത് പോകുന്ന ഒരു അവസ്ഥ ഗവൺമെന്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് പണ്ട് പറ്റിയ തെറ്റ് ഗവൺമെന്റ് ആയിട്ട് പരിഹരിച്ചു അല്ലെ? കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുന്ന പോലെ ഗവൺമെന്റ് തന്നെ എല്ലാ പത്രങ്ങളിലും ഈ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സോ ഗവൺമെന്റ് സൈഡിൽ നിന്ന് കാര്യങ്ങൾ ഓക്കെ ആയി. ലീഗലി നിങ്ങൾക്കറിയാം, നിയമസഭയിൽ ഏകദേശം 10 മിനിറ്റോളമാണ് നമ്മുടെ മേഖലയ്ക്ക് വേണ്ടി ഒരു ചർച്ച നടന്നത്. നിങ്ങൾ ചോദ്യോത്തര വേളയിൽ അതിന്റെയൊക്കെ വീഡിയോ നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടാവും. സോ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ബാഹ്യ മാറ്റങ്ങളെ പറ്റിയാ. പുറത്ത് ഗവൺമെന്റ് സൈഡ് ഓക്കെ, ഇനി കമ്പനിയുടെ സൈഡ് എടുക്കുകയാണെങ്കിലും ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ കമ്പനി വെരിഫൈ ചെയ്യുന്നുണ്ട്. നാളുകളില് പുതിയ ഇൻഫർമേഷൻസ് കമ്പനി ഡയറക്റ്റ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർക്ക് അയച്ചോളും. അതായത് നമ്മൾ അയക്കാൻ മറന്നാലും കമ്പനി ഡയറക്റ്റ് ആയിട്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ കമ്പനി ഡയറക്റ്റ് ഏറ്റെടുക്കാൻ പോവാ. നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരാളെ ഇങ്ങോട്ട് കണക്ട് ചെയ്യിക്കുന്ന പണിയുള്ളൂ. കമ്പനി ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് DTP ട്രെയിനിങ് എടുക്കാൻ അറിയില്ല, കൂടെ വന്ന ആളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ അറിയില്ല, ഒരു പേടിയും വേണ്ട. ശനിയാഴ്ച ദിവസം 3 മണിക്കൊന്ന് അയാളെ നമ്മുടെ സ്ക്രീനിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇരുത്തിയാൽ മതി. സൂമിൽ കമ്പനി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? ഇനി പ്രൊഡക്റ്റുകളുടെ എണ്ണം ഞാൻ തുടങ്ങുമ്പോൾ ഏകദേശം 20ഓളം പ്രൊഡക്റ്റാണ് കമ്പനിയിലുള്ളതെങ്കിൽ ഇന്ന് 110ലധികം പ്രൊഡക്റ്റുകളിലേക്ക് കമ്പനി മാറുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയും വലിയൊരു അവസ്ഥയിലേക്ക് കമ്പനി മാറുന്നു, ഗവൺമെന്റ് മാറി. സമൂഹത്തിൽ ഈ മാറ്റം എത്തണമെങ്കിൽ ഇതിലൂടെ ഉണ്ടാക്കിയ നേട്ടങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റണം. ഞാൻ ആദ്യം പറഞ്ഞു, അതായത് നമ്മൾ 10 ലക്ഷമൊക്കെ മാസം വരുമാനം വാങ്ങുന്ന ഏകദേശം 20ലധികം ആൾക്കാര്, അതായത് ഒരു വർഷം 1 കോടി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇത്രയും പേര് അവിടെ വരുന്നത്. സോ ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലായിടത്തേക്കും എത്തും. അപ്പോൾ അത് ഈ വരുന്ന മെയ് 17 നടക്കുന്ന നെക്സസ് പ്രോഗ്രാമിൽ ഒന്ന് നമ്മളെല്ലാവരും ഉണ്ടാവണം. ദെൻ 2 നമ്മുടെ മെയ് 10 നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾക്ക് എത്ര പേരെ എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ ബിസിനസിന്റെ സ്പീഡ് തീരുമാനിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ ഇൻഡസ്ട്രിയിൽ നമ്മുടെ ടീം ഇപ്പൊ വെച്ചിട്ടുള്ള നമ്മുടെ ഇൻസ്പയർ ടു ഡൊമിനേറ്റ് ഈ പ്രോഗ്രാമിന് എത്ര പേരെ നമുക്കൊരു അച്ചീവർ ആയിട്ട് കയറ്റാൻ പറ്റും? കാരണം ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള നെക്സസ് പ്രോഗ്രാം അത് TC എബോ ലീഡേഴ്സിനെയാണ് നമുക്ക് അവിടെ എൻട്രി ഉള്ളൂ. അതേപോലെ ഈ മാസം 20-ാം തീയതി വരുന്ന TC എബോ ലീഡേഴ്സിന്റെ മെഗാ LTP ലീഡേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം, അതിനും TC ലീഡേഴ്സാണ് എൻട്രി. അപ്പൊ നമ്മള് ഈ മീറ്റിംഗിൽ TC അല്ലാത്ത ആൾക്കാരെ എത്രയും പെട്ടെന്ന് TC ആവേണ്ട ഒരു അത്യാവശ്യകതയാണ് ഈ 2 പ്രോഗ്രാമുകൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. കാരണം നമുക്ക് ഓരോ എന്താ പറയാ, നമ്മൾ ജീവിതം ആലോചിച്ച് നോക്കുക, ഓരോ വയസ്സിലും നമുക്ക് ഓരോ എഡ്യൂക്കേഷൻ കിട്ടും. അതേപോലെ ഈ ഇൻഡസ്ട്രിയിൽ ഓരോ റാങ്കിലും ഓരോ എഡ്യൂക്കേഷൻ കിട്ടുമ്പോഴാണ് നമുക്ക് മുകളിലേക്ക് ഉയർന്നു പോകാൻ പറ്റുക. സോ TC റാങ്കിലുള്ള ഒരു വ്യക്തി എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല തുടങ്ങിയ വിശദ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ എത്തുന്നത് നമ്മുടെ ഡയമണ്ട് പ്ലസ് UTC ആണ്. അതായത് UTC അദ്ദേഹം ഇന്നലത്തെ മീറ്റിംഗിൽ പറഞ്ഞു 200 കോടി മാച്ചിങ് കഴിഞ്ഞു. 200 കോടി എഴുതുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കണേ. 200 കോടി എഴുതാൻ 200 എഴുതി കോടി എഴുതാനല്ല പറഞ്ഞത്, 0 എഴുതാനാണ് ഉദ്ദേശിച്ചത്. സോ ഇത്രയും വലിയ ടേൺ ഓവർ ബിസിനസ് വോളിയം ജനറേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. നമ്മുടെ ജീവിതത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഏകദേശം 20 വർഷത്തിലധികം അദ്ദേഹത്തിന്റെ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഇൻഡസ്ട്രിയിൽ. ആ എക്സ്പീരിയൻസ് അദ്ദേഹം നമുക്ക് പങ്കുവെക്കാൻ വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ സാധാരണ നമുക്കൊരു പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാൽ ആ ടോട്ടൽ പ്രോഗ്രാമിൽ ഇപ്പൊ നമ്മൾ ഇവോൾവ് അല്ലെ വിഹാൻ അവിടെ സ്റ്റേജിൽ അനീസാറിന് നമുക്ക് കുറച്ചു നേരം കാണാൻ പറ്റും അല്ലെ? എന്നാൽ അതിനു പകരം നമ്മുടെ പ്രോഗ്രാം, അതായത് നമ്മുടെ ഇൻസ്പയർ ടു ഡൊമിനേറ്റില് നമ്മുടെ ടീമിന് വേണ്ടിയാണ് അന്ന് ഫുൾ ടൈം അനീസാറിന് നമുക്ക് കിട്ടുന്നത്. സോ ആ മെയ് 10 നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യത്രേ ഉള്ളൂ. നിങ്ങളൊരു വലിയ റാങ്കിൽ, കാരണം നമുക്കറിയാം എല്ലാ റാങ്കിലും അനീസാറിനല്ല റെക്കഗ്നിഷൻ തരാൻ പറ്റുക. അപ്പൊ നിങ്ങളൊന്ന് റാങ്ക് മാറ്റി, വലിയ റാങ്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ അനീസാറിന്റെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കളക്ട് ചെയ്യുന്ന ഒരു ഫോട്ടോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ പോയിന്റ്, നിങ്ങളുടെ ബിസിനസ് എളുപ്പമാക്കാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഈ പ്രോഗ്രാം. ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിങ്ങൾ അനീസാറിന്റെ കൂടെ ഒരു ഇത്രയും വലിയ ക്രൗഡിന്റെ മുന്നിൽ വെച്ച് നമ്മുടെ ഇവന്റ് ഹാളില്
ആയിരക്കണക്കിന് ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളൊരു അച്ചീവ്മെന്റ് കരസ്ഥമാക്കുമ്പോൾ നിങ്ങളുടെ ഈ ബിസിനസ് പ്ലാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ പരിചയമുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ട് ഇപ്പോഴും മാറി നിൽക്കുന്ന വ്യക്തികൾക്കൊക്കെ മനസ്സിലാവും നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ അവസ്ഥയും മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മാറ്റം അവർക്ക് മനസ്സിലാവും. സോ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടതിന്റെ അത്യാവശ്യകതയെ അവർക്ക് മനസ്സിലാവും. അതായത് നമ്മൾ ഇന്ന് പ്ലാൻ പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ആൾക്കാർ, കാരണം ഈ മാറി നിൽക്കേണ്ട യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഞാൻ ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. മുകേഷ് അംബാനി നിങ്ങളോടൊരു ബിസിനസ് ഡീല് പറഞ്ഞു, ഇങ്ങനെ ഒരു കച്ചവടം ചെയ്യാന്ന് പറഞ്ഞു. നിങ്ങൾ ആ പാർട്ട്ണർഷിപ്പിന് തയ്യാറാവുമോ ഇല്ലയോ എന്നുള്ള സ്വയം ചിന്തിച്ചു നോക്കുക. മുകേഷ് അംബാനി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൂടുതൽ പേടി വരും. എന്നാലും ഞാൻ പറഞ്ഞ ആലോചിച്ച് നോക്കൂ, അദ്ദേഹം പറഞ്ഞ ഒരു ഡീല് വേണ്ടാന്ന് വെക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? കാരണം ലൈഫിൽ സക്സസ്ഫുൾ ആണ് അദ്ദേഹം, അല്ലേ? സോ അത്രയും വലിയൊരു കാര്യം അല്ല വേണ്ട. നമ്മുടെ മലബാർ ഗോൾഡിന്റെ ഓണർ, നമ്മുടെ കേരളത്തിലെ കേസ് പറയാം അല്ലേ, ഇങ്ങനെ ഒരു ഡീല് നിങ്ങളോട് നീട്ടി കഴിഞ്ഞാൽ നമ്മൾ വേണ്ടാന്ന് പറയുമോ? ഇല്ല. കാരണം അവർ സക്സസ് ആണ്. അവരുടെ കൂടെ വന്നാൽ നമ്മുടെ സക്സസ് എളുപ്പമാണെന്ന് അറിയാം. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പല ആൾക്കാരും മാറി നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ വിജയിക്കാൻ പോവുകയാണ്. കാരണം ഇപ്പൊ വിജയിച്ചിട്ടില്ലായിരിക്കാം, പക്ഷെ നമ്മൾ വിജയിക്കാൻ പോവുകയാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഒരുപാട് പേര് നമ്മളോട് കൂടെ വരാത്തത്, മാറി നിൽക്കുന്നത്. അപ്പൊ അവരോട് നമ്മൾ വിജയിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവന്റ് ആണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടാൻ പോണ ഇവന്റ്. ഞാൻ പറഞ്ഞ പോലെ നാളെ പോയിട്ട് 1 കോടിയുടെ കാറ് വാങ്ങാൻ, അല്ലെങ്കിൽ അനീസാറിന്റെ 1.63 1.63 കാറ് വാങ്ങാൻ നടക്കൂല. നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന മാറ്റം, നമ്മൾ ഇപ്പൊ ഒന്ന് റാങ്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ റാങ്ക് ചേഞ്ചിങ്ങിന്റെ സർട്ടിഫിക്കേഷൻ നമുക്കറിയാം. തുടക്ക റാങ്കുകളെ പോലും നമുക്ക് ആ പ്രോഗ്രാമിൽ അച്ചീവ് എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. അപ്പൊ ആ ആദരവിന്റെ ഫോട്ടോ വീഡിയോസ് നമ്മുടെ ഗ്രൂപ്പിൽ എത്തുമ്പോഴാണ് നമ്മുടെ സർക്കിൾ ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ മാറി തുടങ്ങി, നമ്മുടെ കൂടെ നിൽക്കേണ്ടതിന്റെ അത്യാവശ്യകത അവർക്ക് മനസ്സിലാവും. സോ ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ഇപ്പൊ എഫേർട്ട് എടുക്കണം. അതുകൂടെ പറഞ്ഞുതരാം. നമ്മൾ പല പ്രോഗ്രാമിനും റിസൾട്ട് എടുക്കുന്നത് പല സമയത്താണ്. ഇപ്പോ ഒരു FSS, ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ്, അത് ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് അറ്റൻഡ് ചെയ്ത വ്യക്തിയെ കൊണ്ട് ലിസ്റ്റ് ഇടിപ്പിച്ച് കുറച്ച് പേരെ കണ്ട് പ്രോഗ്രാം എടുപ്പിച്ച് സെയിൽസ് ആക്കി മാറ്റേണ്ടത്. അതിന് പറയാ പോസ്റ്റ് റിസൾട്ട് എന്ന് പറയും. അതായത് പ്രോഗ്രാമിന് ശേഷമാണ് FSS റിസൾട്ട്. എന്നാൽ ഒരു ഇത്തരം മെഗാ പ്രോഗ്രാമുകളുടെ റിസൾട്ട് അതിന് പ്രീ റിസൾട്ട് എന്ന് പറയും. അതായത് ആ പ്രോഗ്രാമിൽ സ്റ്റേജ് കയറാൻ വേണ്ടി നമ്മുടെ എഫേർട്ട് റിസൾട്ട് ആയിട്ട് മാറും, അല്ലേ? സോ പ്രീ റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ മെഗാ ഈവന്റുകൾ. സോ അതിന് മുൻപ് തന്നെ നമ്മൾ കളക്ട് ചെയ്യും വേണം. സോ എല്ലാവരും നമ്മുടെ ഈ ഒരു ഇൻസ്പയർ ടു ഡൊമിനേറ്റ് പ്രോഗ്രാമിൽ വലിയ റാങ്കിൽ കയറാൻ വേണ്ടിയുള്ള എഫേർട്ട് ഇപ്പൊ ഫീൽഡിൽ എടുക്കണം. കാരണം ഇപ്പൊ ഇത് എടുത്തു വെച്ചാൽ മാത്രമേ അന്ന് പ്രോഗ്രാം നടക്കുമ്പോൾ സ്റ്റേജിൽ വലിയ റാങ്കിൽ കയറാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ഓർമ്മയിൽ വേണം. ഇനി അധിക സമയം നമുക്കില്ല, കൂടി വന്നാൽ 1 മാസത്തിന്റെ പുറത്തുള്ളൂ. സോ അത് വ്യക്തമായിട്ട് ടാർഗറ്റ് ചെയ്യണം. നമ്മുടെ കൂടെ വന്ന എത്ര പേരുടെ റാങ്ക് നമ്മൾ മാറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ റാങ്ക് മാറേണ്ടതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി. നമ്മൾ പറയും കൂടെ വരുന്നവർ വിജയിക്കുന്നിടത്ത് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡർ കൂടുതൽ ശക്തനും സ്വതന്ത്രനുമാവുന്നു. ശ്രദ്ധിക്കണം, കൂടെ വരുന്നവർ വിജയിക്കുന്നിടത്ത് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡർ കൂടുതൽ ശക്തനും സ്വതന്ത്രനുമാവുന്നു. നമ്മുടെ സക്സസിന്റെ സ്പീഡ് കൂട്ടണം. അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയാ ഫ്രീഡം മണി എന്ന് പറയും. ഇപ്പൊ നമ്മുടെ ബെൽനി സാറ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 1 മാസത്തോളായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ആഴ്ചയും വാഷ് ഔട്ട് ആണ്, അല്ലേ? കണ്ടിന്യൂസ് 2-10 ആഴ്ചയിൽ ഇൻകത്തിനൊരു മുടക്കമില്ലാന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ പല തിരക്കുകൾ പറയുന്ന ആൾക്കാർ നമ്മുടെ ടീമിലുണ്ട്. പല തിരക്ക്, നമ്മൾ എന്ത് പ്രോഗ്രാമിന് വിളിച്ചാലും എന്ത് മീറ്റിങ്ങിനോ ട്രെയിനിങ്ങിനോ വിളിച്ചു കഴിഞ്ഞാലൊക്കെ തിരക്ക് പറയുന്ന ആൾക്കാർ നമ്മുടെ ടീമിലുണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം, എന്ത് തിരക്ക് പറയുന്നവരും എന്തെങ്കിലും ഒരു ശാരീരിക ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ വേറെ ഒരു തിരക്കിനും പ്രാധാന്യം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഇന്നലെ എൻ്റെ ഒരു RTC ലീഡർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡ് ആണ്. അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞു, ഒരുപക്ഷെ നാളെ ഡിസ്ചാർജ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരാഴ്ച അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡാ. അതൊന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് ഇപ്പൊ ബെൽനി സാറ് എന്നും ഓടി കിടക്കുന്ന ആളാണ്. കഴിഞ്ഞ 1 മാസമായിട്ട് അദ്ദേഹത്തിന് എന്താ പറയാ, അത് ഫിസിക്കൽ കണ്ടീഷൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരക്കും ഭൂമിയിൽ ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ശാരീരിക ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ എന്താ പറയാ കണ്ടീഷൻ മോശമായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു തിരക്കും ആർക്കും ഇല്ല. സോ ഈ ഒരു അവസ്ഥ, ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ അറിയണം.
സോ എത്ര തിരക്ക് പറയുന്ന വ്യക്തിക്കും എന്തെങ്കിലും റിസ്ക് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഓടി നടന്ന മേഖലകളുടെ പ്രത്യേകതയും നമ്മുടെ മേഖലയുടെ പ്രത്യേകത മനസ്സിലാവുക. മറ്റെല്ലാ മേഖലയിലും നമ്മൾ തിരക്ക് എത്ര പറഞ്ഞു ഓടിയാലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആ മേഖലത്തെ വരുമാനം പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കിട്ടുന്ന കാര്യം റിസ്ക് ആണ്, അല്ലെ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ മേഖലയിൽ ഇപ്പൊ നമ്മുടെ കയ്യും കാലും പൊന്തുമ്പോൾ, അങ്ങനെ തന്നെ പറയാം, ഇപ്പൊ കയ്യും കാലും പൊന്തുമ്പോൾ ഓടി ഒരു ടീം ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ നമ്മൾ എന്താ പറയാ ഒന്ന് റെസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ പോലും ഫാമിലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ആ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി വേണം ഈ മേഖലയെ സമീപിക്കാൻ. മറ്റൊരു മേഖലയിൽ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് ഇല്ല. എത്ര വർഷം ഓടുന്നോ ആ ഓടുന്ന സമയത്തൊക്കെ വരുമാനം കിട്ടും. ഓടാൻ പറ്റാത്ത സാഹചര്യം മുന്നിൽ വന്നാൽ ആ മേഖലയ്ക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെ മറികടക്കണമെങ്കിൽ നമ്മളൊരു ടീം ഉണ്ടാക്കണം. സോ നമ്മളൊരു ടീമിലേക്ക് വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവർ മാറി നിൽക്കുന്നതിന്റെ റീസൺസ് എന്താണെന്ന് തിരിച്ചുകൊണ്ട് വേണം നമ്മൾ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ. അപ്പൊ അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക. കാരണം ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേര് മാറി നിൽക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഈ മേഖലയിലൂടെ വിജയിച്ച ആൾക്കാരെ, യഥാർത്ഥത്തിൽ വിജയിച്ച ആൾക്കാരെ അവർ കണ്ടിട്ടില്ല. കാരണം ഡയറക്ട് സെല്ലിങ്ങിന്റെ പേരിൽ ഇപ്പോഴും നിങ്ങൾക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളും തട്ടിപ്പുകളും, അല്ലെ? കഴിഞ്ഞ വർഷവും നിങ്ങൾക്കറിയാം ഒരു കമ്പനിനെ ഗവൺമെന്റ് പൂട്ടിച്ചത് നാട്ടിൽ നിന്ന്, ഒന്നല്ല ഒരുപാട് കമ്പനികളെ. അപ്പോഴാണ് ഇത്രയും വർഷം പ്രവർത്തിക്കുന്ന ഒരു കമ്പനി നമ്മുടെ നാട്ടിലുണ്ടെന്നും ഇതിലൂടെ ഇന്ന രീതിയിൽ, അല്ലെ, ലക്ഷക്കണക്കിന് രൂപ മാസം വാങ്ങിക്കുന്ന ഒരുപാട് പേര് ഈ ഇൻഡസ്ട്രിയിലുണ്ട്. അതായത് ഇൻഡസ്ട്രി ചെയ്ത ആള് മരിച്ചു പോയിട്ടും കുടുംബത്തിലേക്ക് ഈ പറഞ്ഞ 30-40 ലക്ഷം സ്ഥിരമായിട്ട് മാസ വരുമാനം വരുന്ന ഫാമിലി ഇപ്പോഴും ഇൻഡസ്ട്രിയിലുണ്ട്. 30-40 ലക്ഷം രൂപ മാസം ഫാമിലിയിലേക്ക് ജോലി ചെയ്ത ആൾ മരിച്ചു പോയതിനു ശേഷം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണിത്, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കുക. സോ ഈ നേട്ടങ്ങളൊക്കെ ഈ ലോകം മുഴുവൻ അറിയാൻ പോവുകയാണ് നമ്മുടെ നെക്സസ് പ്രോഗ്രാമിലൂടെ. സോ ആ പ്രോഗ്രാമിനോട് കൂടി ഇൻഡസ്ട്രിയിൽ നമ്മുടെ സമൂഹത്തിൽ വലിയ ഗ്രോത്ത് ഉണ്ടാവും. ഗവൺമെന്റ് സൈഡും ഒക്കെ കമ്പനി സൈഡും ഒക്കെ സമൂഹത്തിന്റെ സൈഡിലും കൂടെ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ആൾക്കാരുടെ ചിന്താരീതി മാറും. കാരണം ഞാനും ഈ ബിസിനസ് അറ്റ്ലീസ്റ്റ് പാർട്ട് ടൈം ആയിട്ടെങ്കിലും ചെയ്യേണ്ടതാണ് എന്നുള്ള തീരുമാനത്തിലേക്ക് ഒരുപാട് പേര് ചിന്തിക്കാൻ തുടങ്ങും. അത് ആരുടെ കൂടെ ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അവിടെയാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഒരു അച്ചീവർ ആണെന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ നേട്ടത്തെ ലോകത്തിനോട് വിളിച്ചു കാണിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ടീം ഇൻസ്പയർ ടു ഡൊമിനേറ്റ് എന്ന രീതിയിൽ തരാൻ പോണത്. അവിടെ നിങ്ങൾ ഏത് റാങ്കിലാണെങ്കിലും ചേഞ്ച് ചെയ്തുകൊണ്ട് ഇപ്പോഴുള്ള റാങ്ക് ശക്തമായിട്ട് മാറ്റിക്കൊണ്ട് ഒരു പെർഫോമൻസ് അച്ചീവറോ ഒക്കെ ആയിട്ട് നിങ്ങളൊന്ന് ആ ഈവന്റ് ആ ഹോളില് അത് നിങ്ങൾ മനസ്സിൽ കാണാൻ പറ്റണം. ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിലൂടെ നമ്മൾ നടന്നു പോയിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ആ ഗിഫ്റ്റ് വാങ്ങുമ്പോൾ ആ വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ അത് നിങ്ങളുടെ ടീമിൽ ഉണ്ടാക്കാൻ പോണ മാറ്റം പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിരിക്കും. കാരണം ഇന്ന് ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് പറയുന്നത്, കഴിഞ്ഞ എന്താ പറയാ ഇൻഡസ്ട്രിയിലൊക്കെ വരുന്നതിന് മുൻപ് സത്യം പറഞ്ഞാല് ഗോൾഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത് അമ്മയുടെ ആയിക്കോട്ടെ, കല്യാണം കഴിഞ്ഞപ്പോൾ വൈഫിന്റെ ആയിക്കോട്ടെ, ഉള്ളത് പറയാം, അത് ഒന്നുകിൽ പണയം വെക്കാനുള്ള സാധനമായിരുന്നു, അല്ലെ വിറ്റ കേസും ഉണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഗോൾഡ് എനിക്ക് എല്ലാ മാസവും വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. ഈ സമയത്തൊക്കെ വില നിങ്ങൾക്ക് അറിയാം, അല്ലെ? അത് വാങ്ങാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറിയത് ഈ ഇൻഡസ്ട്രിയിൽ ആയതുകൊണ്ടാണ്. എനിക്ക് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ സാധനം പണയം വെക്കാൻ അല്ലെ വിൽക്കാനുള്ള സാധനം മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോ ഇത് വാങ്ങിക്കാനുള്ള സാധനമായിട്ട് മാറിയത് ഈ ഇൻഡസ്ട്രിയിൽ വന്നോണ്ട് എന്നെ സംബന്ധിച്ച് അത് ഞാൻ ചിന്തിക്കാത്ത പല കാര്യങ്ങളും എനിക്ക് നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഏകദേശം 4 വർഷത്തിലധികമായിട്ട് സ്കോഡ എന്ന് പറഞ്ഞൊരു വാഹനം നിലവിൽ എന്റെയോ അല്ലെങ്കിൽ എന്റെ വൈഫിന്റെ ഫാമിലി ആരും ഉപയോഗിക്കാത്തൊരു വാഹനം കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ വൈഫിന്റെ ബർത്ത്ഡേന്റെ അന്ന് വൈഫിന് ഗിഫ്റ്റ് ആയിട്ട് ഒരു ഫുൾ ഓപ്ഷൻ പഞ്ച് EV കാർ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ എന്തിനാണിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപക്ഷെ ഞാൻ താങ്ക് യു ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇതൊന്നും ഞാൻ ഒരിക്കലും ജീവിതത്തിൽ സ്വപ്നം കണ്ട കാര്യങ്ങളല്ല. കാരണം എന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളോട് ജീവിച്ചു പോയപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ പറയും പൈലറ്റ് ആവണം, ആന ആവണം, കുതിര ആവണം എന്നൊക്കെ പറയും. പക്ഷെ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. കാരണം അന്നത്തെ വരുമാന അവസ്ഥ അതാ. പക്ഷെ ഈ ഇൻഡസ്ട്രിയിൽ കുറച്ച് നാൾ സമയം മാറ്റിവെച്ചു, ഈ മേഖല പഠിച്ചുകൊണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ ഇപ്പൊ എന്റെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു. 2019 നമ്മുടെ കൊറോണ പീരീഡിൽ തന്നെ സീലിംഗ് ഒക്കെ ടച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്റെ ടീമിൽ നിന്ന് സീലിംഗ് അച്ചീവേഴ്സ് ഉണ്ട്. സോ ഈ ഒരു അവസ്ഥ ഞാൻ ചിന്തിക്കാത്ത വരുമാനത്തിലേക്ക് മാറി. ഇപ്പൊ ഏകദേശം ശരാശരി ഞാൻ കണക്കുകൾ എടുക്കുമ്പോൾ ഒരു മാസം
30 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുമാനമാണ് എൻ്റെ ടീമിലൂടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. 30 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുമാനം ഒരു മാസം എത്തിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സുകാരനായിട്ട് ദൈവം മാറാൻ എന്നെ സഹായിച്ചു, അനുഗ്രഹിച്ചു. ഞാനിതാ പറഞ്ഞത്, ഈ അവസരം നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന നേട്ടങ്ങൾ ഒരാൾക്ക് മാത്രമല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ? സോ നമുക്ക് എത്ര കൂടുതൽ വരുമാനം നമ്മുടെ ടീമിൽ എത്തിക്കാൻ പറ്റുമോ, നമ്മുടെ വരുമാനം അതിന്റെ 10 മടങ്ങായിരിക്കും, നിങ്ങൾക്ക് അറിയാം അല്ലേ? സോ ഇങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ഇൻഡസ്ട്രി നമ്മുടെ കയ്യിലുണ്ട്. സോ ഇവിടെ നമ്മുടെ കൂടെ വന്നവർക്കും ഒരു അംഗീകാരം കിട്ടുന്ന ഒരു ഓപ്ഷൻ. കാരണം നിങ്ങൾ നെക്സസ് പ്രോഗ്രാമിൽ TC ആൻഡ് എബോവിന് മാത്രമാണ് അവിടെ റെക്കഗ്നിഷൻ അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ വരാൻ പോണ ട്രെയിനിങ് പ്രോഗ്രാം TC എബോവ് ആണ്. പക്ഷെ നമ്മുടെ പ്രോഗ്രാമിൽ, അതായത് ഡൊമിനേറ്റ്, ഇൻസ്പയർ ടു ഡൊമിനേറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നമ്മുടെ ടീമിൽ വന്ന ബ്രോൺസിന് മുതൽ, അങ്ങനെയല്ല അല്ലേട്ടാ അനിത്തെ? അതെ, അവർക്ക് പോലും അംഗീകാരം കിട്ടുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർ ഇത്രയും നാൾ ഫീൽഡിൽ ഓടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ആ കഷ്ടപ്പെട്ട അവരുടെ ആ ഒരു എഫേർട്ടിന് ഒരു റിസൾട്ട്, ഒരു മധുരം കിട്ടുന്നത് അവർക്കൊരു അംഗീകാരമാണ് തുടക്കത്തിൽ അല്ലേ? സോ നമ്മുടെ ടീമിൽ മാക്സിമം അച്ചീവേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാ വ്യക്തികളും ചിന്തിക്കേണ്ട കാര്യം. അത് നമ്മുടെ കൂടെയുള്ള എത്ര പേരെ നമുക്ക് അവിടെ ഒരു അച്ചീവർ ആക്കി കയറ്റാൻ പറ്റുമോ, നമ്മുടെ ബിസിനസ് കുതിക്കും. ഇനി ഞാൻ ഒരു ലോക നിയമം കൂടെ പറയാം, കാരണം എനിക്ക് അനുവദിച്ച സമയത്തിലേക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ലോകത്തിൽ വിജയിച്ച ആരെ വേണമെങ്കിലും എടുത്തു പഠിച്ചോളൂ. ശ്രദ്ധിക്കുക, നിങ്ങൾ ലോകത്തിൽ വിജയിച്ചു എന്ന് പറയുന്ന ഏത് വ്യക്തിയെ വേണമെങ്കിലും എടുത്ത് പഠിച്ചോളൂ. അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു കാര്യം അവർ കോമൺ ആയിട്ട് പറയും. എല്ലാവർക്കും അത് ഒരേപോലെയാണ്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ MA യൂസഫലിക്ക, കേരളത്തിലെ നമ്പർ 1 കോടീശ്വരൻ, അല്ലെങ്കിൽ റിലയൻസ് ഗ്രൂപ്പിന്റെ ഓണർ ധീരുഭായ് അംബാനി, നിങ്ങൾ ആരെ വേണമെങ്കിലും എടുത്തു, അല്ലെങ്കിൽ നമ്മുടെ കോഴിക്കോട് മലബാർ ഗോൾഡിന്റെ ഓണർ, നമ്മുടെ നടുവണ്ണൂർ സ്വദേശി അല്ലെ, ഇതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് അറിയുന്ന കാര്യങ്ങളായിരിക്കും. അവരോടൊക്കെ ചോദിച്ചോളൂ, ജീവിതത്തില് 0 to ഒരു പ്രത്യേക ലെവൽ വരെ വിജയിക്കാൻ വേണ്ടി അവർ സ്വന്തമായിട്ട് എടുത്ത എഫേർട്ടും കഷ്ടപ്പാടും എന്നൊക്കെ പറയുന്നത് വളരെ 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 വലുതായിരിക്കും. ഇപ്പൊ നമ്മുടെ മുബീൻ സാറ്, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കേട്ട ആൾക്കാർക്ക് അറിയാം. അദ്ദേഹം ബസ് സ്റ്റോപ്പിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. സ്വന്തമായിട്ട് വാഹനമില്ലാഞ്ഞിട്ട് നമ്മൾ പാണ്ടിലോറി എന്ന് പറയുന്ന ലോറിയിൽ കയറിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്, ജോലിക്ക് പോയിട്ട്. സ്വന്തം വാഹനം ഉണ്ടായിരുന്നില്ല. അതായത് 0 മുതൽ ഒരു പ്രത്യേക ലെവൽ വരെ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ നമ്മൾ സ്വന്തം ഒരുപാട് എഫേർട്ട് എടുക്കാനുണ്ട്, ഒരുപാട് കഷ്ടപ്പെടാനുണ്ട്, ഒരുപാട് വേദനയുടെ കണക്കുകൾ ഉണ്ടാവും, ഓർമ്മയിലുണ്ടാവും. ആ 0 to ഒരു പ്രത്യേക ലെവൽ വരെ. എന്നാൽ ആ പ്രത്യേക ലെവൽ മുതൽ ഇന്ന് അവർ ആസ്വദിക്കുന്ന ഒരു ടോപ്പ് ലെവൽ ഉണ്ടല്ലോ, അതുവരെ അവരോട് ചോദിച്ചു നോക്കും, അത് ഏകദേശം ഓട്ടോമാറ്റിക് ആണ്. ഒരു വേൾഡ് റൂളാണ്, മണി അട്രാക്ട്സ് മണി എന്ന് പറയും. അത് പണമുള്ളവന് അവന്റെ മണി അടുത്ത മണീനെ സമൂഹത്തിൽ നിന്ന് അട്രാക്ട് ചെയ്യും. സോ ഇതേപോലെ നമ്മളെ ഇൻഡസ്ട്രിയിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ഒരു 0 അല്ലെങ്കിൽ തുടക്കക്കാരൻ ഡിസ്ട്രിബ്യൂട്ടർ എന്ന റാങ്കിൽ നിന്നും ഒരു STC റാങ്ക് വരെയൊക്കെ, ഒരു RTC അടുത്ത് വരെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് എഫേർട്ട് ഉണ്ടാവും, ഒരുപാട് കഷ്ടപ്പാടുണ്ടാവും. എല്ലാ പ്രോഗ്രാമിനും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും. പക്ഷെ ഒരു ലെവല് കഴിഞ്ഞാൽ, ഒരു RTC ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മുകളിലേക്കുള്ള യാത്ര അത് ഓട്ടോമാറ്റിക് ലെവിറ്റേഷൻ എന്ന് പറയും. അത് ലോക നിയമമാണ്. സോ ഈ ഇനീഷ്യൽ റാങ്കുകളിലേക്ക് എത്താനുള്ള എഫേർട്ട് അത് നമ്മൾ തന്നെ എടുക്കാനുണ്ട്. അത് വേറെ ആരും എടുത്തു തരൂല. ഇനി വേറെ ആരും എടുത്തു തന്നാലും ഈ പറഞ്ഞ സക്സസിലേക്ക് അത് എത്തൂല്ല. ഉദാഹരണം പറയാം, ഇപ്പോൾ ഒരു വലിയൊരു മരം ഉണ്ടെന്ന് വിചാരിക്കുക. ആ മരത്തിലേക്ക് നമ്മൾ ഒരാളെ കയറ്റി വിടുകയാണ്. എത്ര വരെ കയറ്റി വിടാൻ പറ്റും? മരത്തിൽ കയറ്റാൻ നമ്മുടെ കൈ എത്തുന്നവരെ പറ്റുള്ളൂ അല്ലെ? അവിടുന്ന് മുകളിലേക്ക് പോകണമെങ്കിൽ ആ വ്യക്തി സ്വയം പിടിച്ചു കയറി തന്നെ വേണം. അതേപോലെ ഇപ്പൊ നമുക്ക് നമ്മുടെ ഷോക്കേസ്, നമ്മുടെ നേട്ടങ്ങള്, നമ്മുടെ മാറ്റങ്ങള് ഈ റാങ്കിൽ പോലും ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം നമ്മുടെ മുന്നിലുണ്ട്. ആ പ്രോഗ്രാമിന് മാക്സിമം വലിയ റാങ്കില്, ഞാൻ അങ്ങനെ തന്നെ പറയും, എന്താണെന്നറിയോ? പക്ഷെ നിങ്ങൾ ചെറിയ റാങ്കുകളിൽ അച്ചീവേഴ്സ് കൂടുതലായിരിക്കും, വലിയ റാങ്കുകളിലേക്കാണ് കോമ്പറ്റീഷൻ കുറയുക. ഡയമണ്ട് പ്ലസ് UTC കേരളത്തില് 5 താഴെ ഉള്ളൂ, ഡയമണ്ട് പ്ലസ് UTC. അപ്പോ അങ്ങനത്തെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ നിന്നും വെറും 5 പേരിൽ അടങ്ങുന്ന ഒരു ക്ലബിലേക്ക് മെമ്പർഷിപ്പ് കിട്ടിയ ആളാണ് നമ്മുടെ അനീസാറ്. ആ വ്യക്തിയാണ് നമുക്ക് വേണ്ടി ആ പ്രോഗ്രാമിനാണ് വരുന്നത്.
ദെൻ നമ്മുടെ മലബാറിന്റെ ഗർജിക്കുന്ന സിംഹം അല്ലേ ബെൽനി സാർ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏത് ഞാൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മൈലേജ് മാർക്കറ്റിംഗിന്റെ ആയിക്കോട്ടെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല പ്രോഗ്രാമിനും പോയിട്ടുണ്ട്. ഏത് പ്രോഗ്രാമിനും ബെൽനി സാർ സ്റ്റേജിൽ കയറിയാൽ കിട്ടുന്ന ഒരു കയ്യടി അത് വേറെ ഒരു നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല അല്ലെ. സോ അങ്ങനത്തെ ലീഡർ നമുക്കുണ്ട്. സോ അവരൊക്കെ നമ്മുടെ പ്രോഗ്രാമിന് വരികയാണ്. സോ അവരുടെയൊക്കെ കയ്യിൽ നിന്ന് ഒരു ഗിഫ്റ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് സമൂഹത്തിലുണ്ട്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ബ്യൂട്ടി ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. കാരണം പത്രത്തിലെ വാർത്തകൾ മാറുന്നു, എല്ലാം മാറുന്നു. സോ ഈ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക്, കണക്ട് ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളെ ഞാൻ പറഞ്ഞ ആൾക്കാര്, ഇപ്പൊ നമ്മുടെ അനിൽ സാറ്, സോ ഇങ്ങനത്തെ NTC ഇങ്ങനത്തെ വലിയ ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് എങ്ങനെ ഇവരിലേക്ക് എത്താൻ നോക്കുമ്പോഴാണ് നമ്മൾ അവരുടെ ഒരു ഗിഫ്റ്റ് വാങ്ങുന്ന ഫോട്ടോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. അത് കാണുന്നവന് നമ്മളിലേക്ക് കടന്നു വരാനുള്ള ടെൻഡൻസി കൂട്ടും. സോ നിങ്ങൾ 0 to ഒരു പ്രത്യേക ലെവൽ വരെ നമ്മുടെ എഫേർട്ടാന്നുള്ള മറക്കരുത് ഞാൻ പറഞ്ഞു. ആ എഫേർട്ട് എടുക്കേണ്ട സമയമാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത്. ഈ മെയ് 10 പ്രോഗ്രാമിന് നിങ്ങളൊരു വലിയ അച്ചീവർ ആയിട്ട് സ്റ്റേജിൽ നിന്ന് റെക്കഗ്നിഷൻ വാങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ, അവിടെ നിന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ ഗ്രോത്ത് ഓട്ടോമേഷനിലേക്ക് മാറുന്ന ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ഒരു കാര്യം പറയാം, ഇതൊന്നും വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയാം. ഭ്രമരം പ്രോഗ്രാം നടക്കുമ്പോൾ അതില് ഞാൻ STC റാങ്ക് ടാർഗറ്റ് ചെയ്തിരുന്നത്, അതൊക്കെ ഒരുപാട് ഓടി. ശരിക്കും ആ പ്രോഗ്രാമൊക്കെ അങ്ങനെ എത്താൻ പറ്റിയതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കുറച്ച് പറഞ്ഞ നേട്ടങ്ങൾ. ഏകദേശം ടോട്ടൽ ടേൺ ഓവർ ഏകദേശം 35 കോടിക്ക് അടുത്തേക്ക് എത്തിയിട്ടുണ്ട്, ടോട്ടൽ ടേൺ ഓവർ ബിസിനസ് വോളിയത്തിൽ. സോ ഇതൊക്കെ എത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എഫേർട്ട് എടുക്കേണ്ട ഒരു അതാ പറഞ്ഞത്, എഫേർട്ട് എടുത്ത് കാലാകാലം എടുക്കേണ്ട ആവശ്യമില്ല. അതാ യാഥാർത്ഥ്യം. മറ്റെല്ലാ മേഖലയിലും കഴിഞ്ഞ മാസവും നമുക്ക് 1000 രൂപ 100 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എഫേർട്ടാണ് വേറെ ഏത് മേഖലയിലും. പക്ഷെ ഇവിടെ നമ്മളൊരു ടീം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ 1000ങ്ങളും 10,000ങ്ങളും ലക്ഷങ്ങളും ടീമിന്റെ എഫേർട്ടിലൂടെ വരുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതായത് കഷ്ടപ്പാടും എഫേർട്ടും ഒന്നും കാലാകാലം ഈ മേഖലയിൽ ഇല്ല. ഒന്നുകൂടെ പറയുന്നു, ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ദുരിതവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും, കാരണം ചെറിയ റാങ്കിൽ നിൽക്കുന്നവർക്കറിയാം, വലിയ റാങ്കുകാരോടല്ല. ചെറിയ റാങ്കിലെ ഈ കഷ്ടപ്പാടൊക്കെ കുറച്ച് നാളത്തേക്കുള്ളൂ. നിങ്ങളൊന്ന് വലിയ റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് ഈ ഇൻഡസ്ട്രിയുടെ വലിയ ബ്യൂട്ടി ആസ്വദിക്കാൻ പറ്റുക. അല്ലെങ്കിൽ എന്തിനാണോ ഇങ്ങോട്ട് കടന്നു വന്നത് അത് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ വലിയ റാങ്കിലേക്ക് എത്തണം. ആ റാങ്കിലേക്ക് എത്താനുള്ള എഫേർട്ട് നമ്മൾ എടുക്കേണ്ട സമയമാണിത്. ഈ മെയ് 10 നിങ്ങൾ വലിയ റാങ്കുകളിൽ, അതായത് നിങ്ങൾക്ക് പറ്റുന്ന ഹയസ്റ്റ് റാങ്കുകളിൽ സ്റ്റേജിൽ കയറിയിട്ട് റെക്കഗ്നിഷൻ വാങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ സ്പീഡ്, ഞാൻ ഈ പറഞ്ഞ ഓട്ടോമേഷൻ നിങ്ങൾക്ക് അന്ന് മനസ്സിലാവും. സോ നമ്മുടെ മാക്സിമം ടീം അംഗങ്ങൾ അവിടെ എത്തിക്കണം. ഒന്ന് ആലോചിച്ചു, ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടക്കാനുള്ള എക്സ്പെൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, മീറ്റിംഗ്സ് മേക്സ് മണി. ഒന്നുകിൽ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ നടത്തുക എന്ന് പറഞ്ഞു. ഇപ്പം ചിന്തിച്ചു നോക്കുക, ഇപ്പൊ നിങ്ങളെ പോലെ ഒരു പുതിയ വ്യക്തിക്ക് ഒരുപാട് പേരെ കാണുന്നുണ്ട്. ഞാനിപ്പോ വീഡിയോയിൽ കാണുന്ന അനിതേച്ചിയുണ്ട്, രാധേച്ചിയുണ്ട്, നല്ലാക്ഷൻ ചേട്ടൻ, ശ്രീനജം അല്ല എങ്ങനെ പേര്, ശ്രീനജം അതോ ശ്രീന ജയം ആയിരിക്കോ? ആ പേര് കണ്ടോണ്ട് ശ്രീനജ് അങ്ങനെ തന്നെ പേര്. ഓ അടിപൊളി, വെറൈറ്റി. ഓക്കെ, ആനന്ദേട്ടൻ ഉണ്ട്, വിനോദേട്ടൻ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾക്ക് പോയിട്ട് ഇങ്ങനത്തെ ഒരു മെഗാ ഈവന്റ് കോർഡിനേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നടക്കുമോ? ഈവന്റ് ഹോള് ബുക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെ സീനിയർ ലീഡേഴ്സിനെയൊക്കെ ഒരു ദിവസം കൊണ്ട് വിളിച്ചു വരുത്തി ഇത്രയും പേരെ ക്രൗഡ് പ്രോഗ്രാം നടത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമുക്ക് ആ പ്രോഗ്രാം ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടി അല്ലെ. ഇത്രയും വലിയ പ്രോഗ്രാം നടത്താനുള്ള എഫേർട്ടും അതിന്റെ റിസ്ക്കും നമ്മുടെ ലീഡേഴ്സ് ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എങ്ങനെ പറ്റുക?